ഒരു മുംബൈയിൽ എൽസമ്മയുടെ മുൻപിൽ വെച്ച് റീത്തയെ തല്ലി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴതോരും മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് നാളെ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റാൻലി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി നമ്മുടെ അനുജന്മാരെ കാണാനായിട്ട് എത്തുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അനുജന്മാരാണെങ്കിൽ സ്റ്റാലിയോട് ചോദിക്കുകയാണ്, ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? അവൾക്ക് നമ്മുടെ അമ്മയുടെ മുഖച്ഛായയായിട്ട് യാതൊരു സാമ്യവും ഉണ്ടാവില്ലല്ലോ. എന്തിനാ ചേട്ടൻ ഞങ്ങളെ പറ്റിക്കാനായിട്ട് നോക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ എന്നെങ്കിലും നിങ്ങളോട് നുണ പറഞ്ഞിട്ടുണ്ടോ, കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതും സത്യം തന്നെയാണ് എന്ന് പറയുന്നു. അവൾ എൻ്റെ മകളല്ലേടാ, എൻ്റെ മകളെ അങ്ങനെ അനാഥയെന്ന് മുദ്രകുത്തി എനിക്ക് ഒഴിവാക്കാനായിട്ട് കഴിയോ? ഇല്ലടാ, അതിന് ഒരിക്കലും എൻ്റെ മനസ്സ് സമ്മതിക്കില്ല. എനിക്ക് ഇങ്ങനെയൊരു മകളുണ്ട് എന്ന് താൻ അറിഞ്ഞപ്പോൾ അവളെ ചേർത്ത് പിടിക്കാനാണ് താൻ കൂടുതൽ ശ്രമിച്ചത് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയത് എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലീന എൻ്റെ മകളാണെന്ന് പറയാൻ എനിക്ക് യാതൊരു നാണക്കേടോ യാതൊരു മടിയോ ഇല്ല എന്ന് പറയുന്നു. കാരണം അവൾ അത്രയധികം പാവമാണ്, അത്രയധികം സത്യസന്ധമുള്ളവളാണ്. അതുകൊണ്ട് തന്നെ അവളെ മറച്ചു പിടിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മുടെ ചേട്ടൻ തന്നെയാണോ ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നു. മക്കളെ വേണ്ടാന്ന് വെച്ച് പോയ ചേട്ടനാണോ ഇത് എന്ന് ചോദിക്കുമ്പോൾ, എടാ, അവളിൽ ഒരു പ്രത്യേക ശക്തിയുണ്ട് എന്ന് പറയുന്നു. അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അവൾ ആ പാവം എന്നെ മാറ്റിയെടുക്കാനായിട്ട് ഞാൻ മാറുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് ത്യാഗവും നന്മ പ്രവൃത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ. അതായത് വേറെയൊന്നുമല്ല, അവൾ ഉപവാസത്തിലാണ് തൻ്റെ മനസ്സ് മാറാനായിട്ട്. പക്ഷെ അവൾക്കറിയില്ലല്ലോ ഈ സ്റ്റാലിയെ ആരുടെ മുൻപിലും തോൽപ്പിക്കാനായിട്ട് കഴിയില്ല എന്ന്. അവളാണെങ്കിൽ അത് അറിയാതെ തന്നോട് യുദ്ധം ചെയ്യുകയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം ചേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അവളെ മകളായി അംഗീകരിക്കുന്നതിന് യാതൊരു മടിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമില്ലാതെ ഇതിൻ്റെ ഇടയിൽ കയറി റീത്തയുടെ കൂടെ നിൽക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വന്ന് നിങ്ങളോട് ഇത് പറയുന്നത് എന്ന് പറയുന്നു. അതായത് ഫോണിലൂടെ പറഞ്ഞത് തെറ്റായി എന്ന് എനിക്ക് തോന്നി. അത് ഒന്ന് നേരിട്ട് കണ്ട് പറയണമെന്നും എനിക്ക് തോന്നി. അതിനാലാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാൻലി തൻ്റെ സഹോദരങ്ങളോട് പറയാണ്. ഇതേ സമയം ചേട്ടൻ പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് അഭിമാനക്ഷതമൊക്കെ ഉണ്ടാവും, പക്ഷേ ചേട്ടൻ്റെ ആഗ്രഹത്തിൻ്റെ കൂടെ എന്നും ഞങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം സത്യം പറഞ്ഞാൽ സ്റ്റാലിന് നല്ല ഒരു ആശ്വാസവും നല്ലൊരു നെടുവീർപ്പും ലഭിക്കുന്നുണ്ട് എന്ന് കാണാം. അങ്ങനെ സ്റ്റാലിനെ സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കുകയാണ് സഹോദരങ്ങൾ. തുടർന്ന് ഞങ്ങൾ എന്തായാലും അടുത്ത ദിവസം തന്നെ അവിടേക്ക് വരുമെന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയും. ഇതിനെല്ലാം പുറമെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലചന്ദ്രനെയാണ്. അവരെയും കുടുംബത്തെയും കുറച്ച് നാളായല്ലോ കാണിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രനെ കാണിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ബാലചന്ദ്രനാണെങ്കിൽ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന് കാണാം. ഇതേ സമയമാണെങ്കിൽ ബാലചന്ദ്രൻ മദ്യപിച്ച് വരുമ്പോൾ നമ്മുടെ കൃഷ്ണമോളാണ് ബാലചന്ദ്രനെ താങ്ങുന്നതും എന്ന് കാണാനായിട്ട് സാധിക്കും. എന്തിനാ ബാലചന്ദ്ര പറ്റില്ലെങ്കിൽ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വൈച്ച കളിയാക്കുമ്പോൾ, അതെ, നീ എന്നെ പഠിപ്പിക്കാനോ
നീ എന്നെ തീരുമാനിപ്പിക്കാനോ നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. നിന്നിൽ നിന്ന് കിട്ടിയ ആ ചതി ഇതോടെ തീരുമെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്, സ്വയം നശിക്കുന്നത് എന്ന് പറയുന്നു. എൻ്റെ ബാലചന്ദ്ര, ഞാൻ എന്ത് ചതി ചെയ്തു എന്നാ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എടീ നീയേ എന്തൊക്കെ തെറ്റ് ചെയ്തെന്നും എങ്ങനെയുള്ള തെറ്റൊക്കെ ചെയ്തിട്ടുള്ളതെന്നും എനിക്ക് നല്ല രീതിയിൽ അറിയാം. നിൻ്റെ പഴയകാല കഥകൾ ഞാൻ ഒരുപാട് കേട്ടു എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തി ചോദിക്കുകയാണ്, ആ അലീന കള്ളി നമ്മുടെ ഇടയിൽ പറയാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ എന്നോട് പകയായിട്ടും വിദ്വേഷമായിട്ടും ചെയ്യുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അവളെ കള്ളിന്നൊന്നും വിളിക്കില്ല. കാരണം അവൾ പറഞ്ഞതെല്ലാം 100% സത്യം തന്നെയാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തിയോട് നീ ഒന്ന് 23 വർഷം മുമ്പുള്ള കാര്യമൊന്ന് ആലോചിച്ച് നോക്കാനായിട്ട് പറയുന്നു, നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നു. അപ്പോൾ നിനക്ക് കാര്യങ്ങളുടെ കിടപ്പും കാര്യങ്ങളുടെ വശങ്ങളും എല്ലാം മനസ്സിലാകുമെന്നും നമ്മുടെ ബാലചന്ദ്രൻ വൈജയന്തിയോട് പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമേണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നെന്ന് പറഞ്ഞാൽ, റീത്തയാണെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ്റെ ഭാര്യയായ എൽസമ്മയായിട്ട് വന്നെത്തുകയാണ് എന്ന് കാണാം. എൽസമ്മയുടെ ഇൻട്രോ അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് കാണാം. ഇപ്പോൾ റീത്തയമ്മനെ കാണിച്ചു, സഹോദരങ്ങളെ കാണിച്ചു. ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്, ഒറ്റുനോക്കുന്നത് നമ്മുടെ സ്റ്റാലിൻ്റെ ഭാര്യയായ എൽസമ്മയാണ്. അവരുടെ ക്യാരക്ടർ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. അതും അധികം വൈകാതെ തന്നെ കാണിക്കുമെന്നാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക. കാരണം നമ്മുടെ അലീനയും നമ്മുടെ എൽസമ്മയും കൂടാതെ റീത്തയും തമ്മിൽ ഒരു സംഘർഷം വരാനായിട്ട് പോവുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എൽസമ്മ വന്നതല്ലേ മതിയാവുകയുള്ളൂ. അമ്മാതിരി പോക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണെങ്കിൽ എൽസമ്മയ്ക്ക് എത്തിയേ തീരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എൽസമ്മ തീർച്ചയായിട്ടും ഉടനെ തന്നെ വരികയാണ്. ആ വരുന്ന വേളയിൽ തന്നെ അലീനയുമായിട്ട് കൊമ്പ് കോർക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം അപ്പൻ്റെ ഭാര്യയെ തല്ലാനായിട്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച റീത്തയുടെ മുഖത്ത് നോക്കി നിൽക്കേ നമ്മുടെ അലീന അടിക്കുകയാണ്. എൽസമ്മ നോക്കി നിൽക്കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ്